പരിശുദ്ധനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord for this wonderful night and wonderful time. ഇങ്ങനെ ഒരു കൂടി വരവ് ദൈവം തന്നതിനായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. All glory to God who has given us this opportunity. ആമേൻ. എല്ലാവരും ഉപവാസ പ്രാർത്ഥനയിലാണ്. All of you are in a fasting prayer. ആമേൻ. ഞാൻ ഫാസ്റ്റിങ്ങിലല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. I am not in fasting, that's why I asked you this question. ഞങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാനായിരുന്നു വർഷിപ്പ് ലീഡ് ചെയ്യേണ്ടത്. വർഷിപ്പ് ലീഡ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. Our church prayer was going on meeting, and I led the worship over there. I finished the worship and I joined this meeting now. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. After the meeting I had good food. ഇതിപ്പോൾ തന്നെ പറയണം, ഈ ഫാസ്റ്റിംഗ് പ്രേയർ I should say this in the starting only of the fasting prayer. എന്നിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ബലപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. After having the food I have joined, I believe that you are all strengthened wherever you are. നമ്മുടെ നാട്ടിൽ നല്ലൊരു സദ്യ കഴിച്ചാൽ, In Kerala, if you have a very good meal, സദ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? I hope you understood what is meant by sadhya. അതിൻ്റെ ലാസ്റ്റിൽ അടപ്രഥമൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. So there is this dessert payasam called adapradaman, something that we give it at last. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി. ഇങ്ങനെ ഭയങ്കര ക്ഷീണമായിരിക്കും. If you have it, your whole day will become more lazy, you will be tired. പക്ഷെ ജീവന്റെ വചനം ഭക്ഷിച്ചാൽ ക്ഷീണമല്ല. But if you have the word of life, it is not tiredness that is coming to you. ആമേൻ. അത് ജീവനിലേക്ക് കൊണ്ടുപോകും, ബലത്തിലേക്ക് കൊണ്ടുപോകും. It will take you to life, it will take you to strength. ആമേൻ. ആരോ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, തുറന്നകത്ത് കയറ്റുക. അത് ഇങ്ങനെ ഹെഡ്ഫോൺ ഇട്ടേക്കുന്നത് കൊണ്ട് നമ്മുടെ ചെവിയിൽ നന്നായിട്ട് അടിച്ചു കയറും. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ വളരെ മനോഹരമായ ആ ശബ്ദത്തിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. We all had a wonderful time of worship, and the man of God who led the worship, his voice was very clear and audible in my ears, and there was a great anointing through his voice. ഇനിയും ശക്തമായ ആ ശബ്ദത്തിനകത്തൂടെ ശക്തി വ്യാപരിക്കട്ടെ. I definitely believe and pray that more power and anointing will flow through his voice. ആമേൻ. നമ്മളെ ആർക്കും ഒതുക്കാൻ പറ്റില്ല. Nobody can subdue or nobody can oppress or put you down. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. Raise your hands and give a mighty glory. Hallelujah to God. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ആമേൻ. അപ്പോൾ ഇങ്ങനെ പാട്ടും പ്രസംഗവുമായിട്ട് പോകും മുൻപോട്ട്. എപ്പം ഇത് നിർത്തും എന്ന് പറയാൻ പറ്റത്തില്ല. We will have worship and ministering the word of God together. I don't know when I will stop. സത്യത്തിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. I am so much astonished and surprised when people call me to preach. കാരണം എന്നെ എന്ത് കേൾക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഭയവും. ആമേൻ. അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്.
I have a fear sometimes in my heart that the people who call me for preaching, they want to listen something very eagerly from me. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Raise your hands, lift your hands and glorify God. എല്ലാ അധരങ്ങളും ഒന്ന് തുറന്ന് ജീസസ്. അന്യഭാഷ ലഭിച്ചിട്ടുള്ളവർ അന്യഭാഷകളിൽ ശബ്ദം ഉയർത്തി. You can all open your mouths, and those who have received the gift of tongues can speak in tongues. Thank you, Jesus. Thank you, Jesus. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും, ഓരോ കുടുംബങ്ങളുടെ മേലും, അവരായിരിക്കുന്ന പട്ടണത്തിൽ, അവരായിരിക്കുന്ന രാജ്യത്തിൽ, കർത്താവേ, ഇത് ഒരു പക്ഷേ പ്രഭാതത്തിലായിരിക്കാം കേൾക്കുന്നത്, ഒരു പക്ഷേ ഏതെങ്കിലും രാജ്യത്ത് കർത്താവേ അവരുടെ ആ സാഹചര്യത്തിൽ അവർ ഇതെങ്ങനെയാണ് കേൾക്കുന്നത് അറിയത്തില്ല, പക്ഷേ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. Lord, let your presence fall on each people, each person, whichever country they are listening from, might be a daytime or nighttime, whichever place they are, let your presence fall upon them, Lord. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Lord, we commit ourselves in your mighty hands in the mighty name of Jesus. Amen. Amen. Hallelujah. Praise Hallelujah. God. Hallelujah. എൻ ജീവിതം മാറും ഒരു വാക്കും നീ പറഞ്ഞാൽ, എൻ നിനവുകളും മാറും ഒരു വാക്കും നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ, നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? യേശുവേ, നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ? ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നു, മറ്റൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് എനിക്ക് വേണം? How many of you believe that even though I don't receive anything from God, Lord, only one word of yours is enough for me? ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം. Lord, speak to me this night. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോട് സംസാരിക്കണം. In this fasting prayer, Lord, speak to me. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നുണ്ട്? How many of you can worship God with thankfulness in your heart? ആരെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മുടെ ആരാധന വെളിപ്പെടുന്നത്, അതോ നമ്മൾ ഒരുമിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ സൂമിൽ കൂടി വന്ന് ആ വർഷിപ്പ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആ സാന്നിധ്യത്തിനകത്തേക്ക് കയറി സന്തോഷത്തോടെ ആരാധിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? Yes, is it because somebody is forcing you to worship, or are you coming inside the Zoom meeting together and are you singing into the worship? ആ സമയം ഇങ്ങോട്ട് എത്താനും കിടന്ന ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന ആ സമയം ഇങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ അങ്ങോട്ട് കയറിയിരുന്ന് കർത്താവിനെ ആരാധിക്കാൻ, ആ വചനം കേൾക്കാൻ, അങ്ങനെ കൊതിയുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? How many of you are thirsty and longing to enter into the time of worship and listen to the word of God with that heart? പറഞ്ഞാരാധിക്കുന്നതിനേക്കാൾ, ആഹ്വാനം തന്ന് ആരാധിക്കുന്നതിനേക്കാൾ അറിഞ്ഞാരാധിക്കുന്നിടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. It's more than somebody forcing you to worship. With your great heart of longingness, you have to worship, and the presence of God comes there. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കേരളത്തിൽ ഞങ്ങളെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വിളിക്കുക. അപ്പം നമ്മുടെ പോസ്റ്ററൊക്കെ അടിക്കും, അനിൽ അടൂർ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, വർഷിപ്പ് ലീഡർ, അങ്ങനെ ഓരോ പേര് വർഷിപ്പ് ലീഡർ, അവരാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. ഞാൻ പറയാറുണ്ട്, അനിൽ അടൂരല്ല വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. Is in Kerala also people call us for meetings and they call us to lead the worship, and they give us this tag or designation called worship leader to lead the worship. But I always say it is not Anil Ladur who is leading the worship. ഞാൻ വർഷിപ്പ് ലീഡർ അല്ല, വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. I am not a worship leader, but the Holy Spirit is leading the worship. എനിക്ക് കിട്ടുന്ന ഒരു നിമിഷം കൂടെ, എനിക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കിട്ടുന്ന ഒരു മണിക്കൂറൂടെ ഞാൻ ഏത് സ്ഥലത്താണോ എന്നെ ദൈവം കൊണ്ട് നിർത്തുന്നത്, അവിടെ ഞാൻ കർത്താവിനെ നന്ദിയോടെ പാടി ആരാധിക്കുകയാണ് ചെയ്യുന്നത്. The next moment that the Lord gives me, the next hour that the Lord gives me, wherever the Lord places me, there I would stand and glorify God with thankfulness. ഒരാളെ ആരാധിപ്പിക്കുന്നത് ഞാനല്ല, ആരാധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
I am not making somebody to worship, but it is the Holy Spirit that is enabling you to worship. എനിക്ക് ആരാധിക്കാൻ കിട്ടുന്ന സമയം ഞാൻ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കും. The moment I get to worship God, I will worship God with thankfulness from my heart. അവിടെ ആ സമയത്തുള്ള ആർക്കും അതിനകത്ത് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പറ്റും. Yes, how many of you can come inside in that moment, in that time, to worship God together? അങ്ങനെയാണോ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്? അങ്ങനെയാണോ നമ്മുടെ കൂട്ടങ്ങളിൽ ആരാധന നടക്കുന്നത്? Yes, is it the same way that we are gathering together for worship or in our gatherings? ജീസസ് എത്ര പേർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. How many of you can experience the presence of God? Presence of God, presence of God. ജീസസ്, ജീസസ്, ജീസസ്. ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കലിരുന്ന ആ ഭിക്ഷക്കാരൻ, അവന് സൗഖ്യം കിട്ടിയ ഉടനെ അവൻ 10 പേരോട് പറയാൻ പോയില്ല. So the person who got healing at the beautiful gate, when he got the healing, he did not go and tell to the next 10 people. അവന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചത്. കാരണം അവനെ എടുത്തുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവന് നടക്കാൻ പറ്റില്ല. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവന് നടക്കുവാനുള്ള, അവന് തുള്ളിച്ചാടാനുള്ളൊരു ബലം അവൻ്റെ ശരീരത്തിൽ വന്നു. പക്ഷെ ആ കിട്ടിയ സമയത്ത് അവന് മറ്റുള്ളവരോട് പറയാനല്ല പോയത്. അവൻ ആദ്യം ചെയ്തത് ആലയത്തിനകത്ത് കയറി നൃത്തത്തോടെ കർത്താവിനെ സ്തുതിച്ചു. It was the greatest miracle that happened in his life. We know the story that people brought him over there. He could not walk at all. But when he got the healing, he did not go and tell somebody first, but he went inside the temple and worshipped God. എൻ്റെ ചിന്ത, ഇവൻ ഈ കാല് വയ്യാതെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ആലയത്തിന് പുറത്തിരുന്നപ്പോഴും ഇവൻ്റെ ഉള്ളിലെ ആഗ്രഹം, എൻ്റെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടും എന്നുള്ളതായിരിക്കാം. My thought process that even when this lame person was outside the beautiful gate, outside the temple, the desire in his heart was that he will be healed. He will be healed. Definitely there will be a miracle in his life. എൻ്റെ ചിന്തയാണ്. കാരണം അതുകൊണ്ടാണ് ഇവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വെളിപ്പെട്ടപ്പോൾ അവൻ ആദ്യം ആരാധനയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തു. This is my thought process. That is the reason when he got the healing, miracle happened in his life, he gave priority to worship, to go inside the temple and worship God. ആമേൻ. എന്ന് വെച്ചാൽ എൻ്റെ ചിന്ത, ഇവൻ ഈ ആലയത്തിന് പുറത്തിരുന്നപ്പോഴും ഇവൻ അകത്തോട്ട് നോക്കി പറഞ്ഞു കാണും, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എന്നെ മാറ്റി അകത്ത് കൊണ്ട് ചെല്ലും. ആമേൻ, സ്തോത്രം. സാഹചര്യം ഒട്ടും അനുകൂലമല്ല എങ്കിലും എൻ്റെ കണ്ണുകൊണ്ട് വിശ്വാസത്തോടെ ഞാൻ ചിലത് കാണുന്നു. As he was outside the gate of the temple, always his desire, and he was very much sure that definitely he will get a healing. There will be a deliverance or a miracle in his life. The situations are not favorable for him, but he was seeing with his eyes and he was proclaiming it. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുന്നു, സാഹചര്യം ഒട്ടും അനുകൂലമല്ല, പക്ഷേ നിന്റെ നാവിന്ന് വരുന്ന ചില വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ, അവർ സാഹചര്യം ഒട്ടും അനുകൂലമല്ല, പക്ഷേ നാവിലൂടെ പുറത്തു വരുന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ചിലയിടത്തുനിന്ന് എഴുന്നേൽപ്പിച്ച്, ചിലയിടത്തുനിന്ന് മാറ്റി, ചിലയിടത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് അടുത്ത പൊസിഷനിലേക്ക്, പദവിയിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നു എന്ന് രാത്രി ഒരു വലിയ ദൂത് ചില കുടുംബങ്ങളിലേക്ക് കൈമാറുന്നു. This night the Holy Spirit is prophesying upon certain people and families that the situations are not favorable for you, the things are not in alignment for you, but the words of faith that come from your mouth will proclaim it and will take you to the destiny or to the position which the Lord wants. The words of faith has to come out from your mouth. Amen. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. You should make the declarations of faith from your mouth. ഒന്നുകൂടെ പറയാം, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. You should make declarations of faith from your mouth. ഇത് വല്ലാത്ത ഒരു കാലഘട്ടമാണ്. This is a very turmoil, tough situation. പക്ഷേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. But you should make declarations of faith from your mouth. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? How many of you are there who makes declarations of faith from your mouth? ആമേൻ. സാഹചര്യം ഒട്ടും അനുകൂലമല്ല, പക്ഷേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. ഈ വല്ലാത്ത കാലഘട്ടത്തിൽ
തലമുറകളുടെ വിദ്യാഭ്യാസം ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുന്നത്. അവൻ ഇന്ന് എൻ്റെ മകളിങ്ങനെ ക്ലാസ്സിലിരിക്കുക, അവിടെ ക്ലാസ്സിൽ അവളിങ്ങനെ പറയുകയാണ്, ഓൺലൈനിലിരിക്കുകയാണ്. ഒരു പകുതി സമയമായപ്പോൾ പിന്നെ അവിടുത്തെ ടീച്ചർ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ 45 പേരുണ്ടായിരുന്നതിനകത്തുനിന്ന് ഉടനെ 35 പേരായിരുന്നു. So our generations also are undergoing to a tough time regarding their future. Today my daughter was attending the online classes, and when the teacher asked a question, out of 45 students, only 35 were there. അപ്പം ഈ ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൊണ്ട് ഈ വീട്ടിലെ അപ്പനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായി. ഇത് എങ്ങനെ പഠിക്കും? എൻ്റെ കൊച്ചു കുഞ്ഞാണ് ഇളയാൾ. അപ്പോൾ ഇവർക്ക് എൻ്റെ അനിയൻ്റെ കൊച്ചു കുഞ്ഞ് അവർ ഇപ്പോഴേ ഓൺലൈനിൽ കയറി എന്തോ അവർ കാണിക്കുന്നതൊന്നും അറിയത്തില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പോയ ഒരു വല്ലാത്ത ഭാരം ഇപ്പോൾ മാതാപിതാക്കന്മാർക്കുണ്ട്. പക്ഷേ ഞാനിത് കാണുമ്പോൾ ഉള്ളിൽ ചിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ തലമുറകളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എൻ്റെ തലയിൽ കിടപ്പുണ്ട്, എൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. As parents, we get so much tensed by seeing all this. Our children attending online classes, our small children attending, they don't know what they're doing. Too much tensions. But the prophecy that the Lord has told about my generations is very clear in my mindset. എൻ്റെ കുടുംബത്തോടും എൻ്റെ തലമുറയോടും സഭയോടും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചില പ്രവചനങ്ങൾ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. The prophecy that the Holy Spirit has told through the man of God for my generation, my children, I have recorded in my phone. എനിക്ക് ബോധ്യം തന്ന ചില കാര്യങ്ങളുണ്ട്, ദൈവനോട് ഇടപെട്ട കാര്യങ്ങളുണ്ട്. ഇത് വീണ്ടും വീണ്ടും ഞാൻ കേട്ടിട്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ എൻ്റെ തലമുറയെ നോക്കി, കുടുംബത്തെ നോക്കി, പട്ടണങ്ങളെ നോക്കി ഞാൻ നടത്താറുണ്ട്. There are some of the words that's been given by God to me. God has told me very clearly, that is very clear about my generation, and I make words of faith for my future generations, to the towns, to the cities, and to the places. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറകളെ നോക്കി ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് അവരെ നോക്കി പറയണം. Tonight the Lord is telling what the Holy Spirit has told about your generations. You should look at them clearly and tell those words of prophecies and words of faith towards them. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. Yes, you should make words of faith or declarations of faith through your mouth. അങ്ങനെ പറയുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. Thank the Lord for the people who are utilizing it and telling it. ഈ ബൈബിളിൽ നമ്മൾ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സത്യത്തിൽ അവൻ മുടിയനായ പുത്രനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവനൊരു നല്ല വ്യക്തിയാണ്, നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ചില കാര്യത്തിൽ ബോധ്യമായിട്ടുണ്ട്. So in Bible we know about the parable of the prodigal son, but in my thought process I have not considered him as a prodigal son, but as a good character person. എനിക്ക് അദ്ദേഹത്തെ പഠിച്ച കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലായത്, അവൻ ഈ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയുന്നവനാണ്. So when I studied about that character, I understood one thing very clearly. He tells with whatever he has with the openness of heart. അവൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് വരേണ്ടത് തരണം. അവൻ ചോദിച്ചത് കൊണ്ട് മൂത്തവനോട് കിട്ടി. So he told his father very openly that I want whatever property, whatever assets that is for me, I want it. And because he asked, his elder brother also received it. ഈ രണ്ടു പേരെ പറ്റി അവിടെ ഇങ്ങനെയാണ്, ഇളയവൻ ചോദിച്ചത് കൊണ്ട് അപ്പം രണ്ടുപേർക്കും വീതിച്ചു, അങ്ങനെ രണ്ടുപേർക്കും കൊടുക്കുന്നു. അപ്പൊ ഇളയവൻ ചോദിച്ചതുകൊണ്ട് മൂത്തവനോട് കിട്ടി. ഈ മൂത്തവൻ വീട്ടിൽ നിന്നോണ്ട് കൂട്ടുകാരെ ഉണ്ടാക്കിയ ആളാ. കൂട്ടുകെട്ടും കൂട്ടുകാരും അവൻ അവിടെ നിന്ന്. അത് ഈ ചിലരെ ഈ അഭിനയിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പാടാണ്. ഈ തുറന്നു പറയുന്നവരോടാണ് കൂടുതൽ എതിർപ്പ്. So we see in the story the younger person asked the father for the property, and because of the elder person also received. The elder brother was staying along with the father, and he was making more friendship, and the younger one was very open. ഈവൻ നമ്മളെപ്പോഴും മുടിയനായ പുത്രൻ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ അവൻ ഉള്ളത് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ ബ്രദറെ? I like this character, the character of the prodigal son. He was so open. Jesus. Okay. ആമേൻ. നമ്മുടെ കരം ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ.
അപ്പോൾ ഇവൻ അപ്പനോട് ചോദിച്ചു എനിക്ക് കിട്ടേണ്ടത്. അങ്ങനെ അപ്പൻ എന്ത് ചെയ്തു? ചോദിച്ച ഉടനെ 2 പേർക്കും കൊടുത്തു. ഇവനെ കിട്ടിയത് കൊണ്ട് ഇവനൊരു സ്ഥലത്ത് ചെന്നു. ഞാനൊരു ചെറിയ കാര്യം പറയാനാണ് ഇങ്ങനെ ഇത് പറഞ്ഞു വരുന്നത്. ഒരു സ്ഥലത്ത് ചെന്നു. ഇവൻ ചെന്ന സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി. The younger son asked to the father to divide, and it was divided, and he went to a place far off, and that place there was a famine. ആമേൻ, സ്തോത്രം. ഇവൻ ചെന്ന സ്ഥലം അങ്ങനെ ഈ റൂട്ട് തെറ്റി ഓടുമ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ചില നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. When you go off the route and you travel to a place where this prodigal son went, there the circumstances were unfavorable against him. It came against him. നമ്മെ നന്നായിട്ടൊന്ന് പഠിച്ച ചിലതിനെല്ലാം കാരണം നമ്മൾ തന്നെ. When we clearly study about ourselves, most of the problems are caused by us only. ഫാസ്റ്റർ, ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇതൊക്കെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് അല്ലേ? Pastor, what I'm telling is correct. എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഞാൻ സിമ്പിളായിട്ട് പറയാം. ചില ദൂത് കേൾക്കാൻ ചില പ്രവാചകന്റെ മുമ്പിൽ പോയി നിൽക്കണ്ട. എത്ര നിന്നാലും നമുക്ക് നല്ല ബോധ്യമുള്ള ആരാണെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യത്തെ പറ്റി ദൈവം സംസാരിക്കത്തില്ല. ദൈവം അന്നേരവും പറയും, നിന്നെ ഞാൻ രാജ്യങ്ങളിലയക്കും, നിന്നെ ഞാൻ അങ്ങനാക്കും, അങ്ങനെ പറയത്തുള്ളൂ. So we only know ourselves, our heart, our mindset very clearly. Sometimes we go to listen prophecies in front of prophets, and at that time God will not speak very clearly about what is in your heart, but God will tell you about the words of blessings. ആമേൻ. ഇവൻ അവിടെ ചെന്നു, കാല് വെച്ചു. ഇവൻ ചെന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇവൻ ചെന്നപ്പം സമയം മുതൽ അവിടെ ഭയങ്കര ക്ഷാമമുണ്ടായി. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കോണേ, ഈ നമ്മൾ പഴയ നിയമത്തിൽ യോന എന്ന് പറഞ്ഞൊരാളുണ്ട്. ഇദ്ദേഹം റൂട്ട് തെറ്റി ഇവൻ ഓടിയപ്പോൾ ഇവൻ കയറിയ കപ്പലും ആൾക്കാരും എല്ലാം കൂടെ തീരാൻ പോവുക. നോക്കിക്കോണേ. So we know in the Old Testament about Jonah. When he changed his route and went to a different place, wherever he went, there was destruction and problem in the ship that he traveled. It was about to sink. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ അഭിഷേകമുള്ള പൗലോസ് ഒരു റൂട്ട് പ്രകാരം ഒരു കപ്പലിൽ കയറിയപ്പോൾ, ദൈവനിയോഗത്തിൽ കയറിയപ്പോൾ, തകരാൻ പോകുന്ന കപ്പലിൽ നിന്ന് അതിലുള്ള തടവുകാരെ മുഴുവനും ഒറ്റയൊരുത്തിന്റെ വാക്കിനകത്ത് ബലപ്പെടുത്തി കരകയറ്റി. But we see in the New Testament Apostle Paul, who was on the ship journey in Acts of Apostle, although it was an ordained ship journey, all the prisoners along with him were strengthened by his word. ഈ മീറ്റിംഗ് നമ്മൾ ദൈവ നിയോഗത്തിനകത്തേക്ക് കയറുന്ന മീറ്റിംഗ് ആകട്ടെ. I believe and I pray that this പ്രാർത്ഥിക്കാമോ? take you to the plan of God. ഈ മീറ്റിംഗ് നമ്മൾ ദൈവ നിയോഗത്തിനകത്തേക്ക്, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനകത്തേക്ക്, പരിശുദ്ധാത്മം ആഗ്രഹിക്കുന്ന റൂട്ടിൽ സഞ്ചരിക്കുന്ന, അവൻ അതിനുവേണ്ടി ദൈവം തിരിക്കുന്ന നാം ഒരു സ്ഥലത്ത് ചെന്നാൽ, നാം ഒരു വീട്ടിൽ ചെന്നാൽ, നാം ഒരു വീട്ടിൽ കാല് വച്ചാൽ, അവൻ സ്തോത്രം, നാം തിരിച്ചിറങ്ങുമ്പോൾ അവർ പറയണം, വന്ന് കയറിയപ്പോൾ അന്തരീക്ഷം മാറുന്നത്, കാല് വച്ചപ്പോൾ സാന്നിധ്യം ചലിക്കുന്നത്, ശബ്ദം പുറപ്പെട്ടപ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നത്. അങ്ങനത്തെ അനുഭവങ്ങൾ വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവൻ ചിലരുടെ ശബ്ദത്തിന്റെ മേൽ, ചിലർ നടക്കുമ്പോൾ, അവർ പറയുമ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവർ കാൽവെക്കുന്ന കുടുംബത്തിനകത്ത്, അവർ കാൽവെക്കുന്ന രാജ്യത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. Yes, I pray and believe that let this meeting take you to the level and the plan and the will of God. Let Holy Spirit guide you, and whichever places that you go, whichever countries that you travel, whichever homes that you step, a great presence of God, a great movement of the Holy Spirit will come into that place. Even as you speak through your voice, let the anointing of the God flow through. ആമേൻ. കരം ഉയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വം. Raise your hands and worship God. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവൻ, വീരനാണവൻ,
മാർബിൾ ചാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. ഹോസാന, 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 ഹോസാന. മാർബിൾ ചാരിടാം, എല്ലാം പറയാം. ഇതുപോലെ പറയാൻ കൊണ്ടാകുന്ന ഒരു മാർവിടം വേറെയില്ല. ആമേൻ. അപ്പൊ ഈ മനുഷ്യൻ അവിടെ ചെന്നു. ഇവൻ അവിടെ ചെന്നപ്പോൾ as I lean on to the heart of God, a place where I can rest myself. And as this person went to the place, ഇവൻ ചെന്ന സ്ഥലത്ത് ക്ഷാമമുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവന് ആ ക്ഷാമമുണ്ടായപ്പോൾ ഇവന് പട്ടിണിയായി. ഇവന്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഇവൻ അവൻ്റെ അപ്പനെ പറ്റിയുള്ള നല്ല ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് അവൻ്റെ അപ്പൻ ആരായിരുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായത് കൊണ്ട് അവിടെയുള്ള ഒരു പൊസിഷനുള്ള ആളെ പോയി കാണണമെന്നുള്ളൊരു ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി. So as this person traveled, the places he went became famine and he lost everything. And that time he had a clear understanding about this father very clearly. And that time he longed to go and seek for a position in his place. ചില സാഹചര്യങ്ങൾ അപ്പൻ ആരാണെന്നുള്ള നല്ല ബോധ്യം തരുവാനുള്ള വേണ്ടിയാണ്. ചില സാഹചര്യങ്ങൾ, certain situations in your life will give you a clear understanding about your father. ആമേൻ. അപ്പൻ ആരാണ്? ഇതുവരെ നടത്തിയ അപ്പൻ, ഇതുവരെ നിന്റെ എല്ലാ കാര്യങ്ങൾക്കും നിന്നെ കൂടെ ഉണ്ടായിരുന്ന അപ്പൻ ആരാണെന്നുള്ള നല്ല ബോധ്യം തരാനാണ് ചില സാഹചര്യങ്ങൾ. Certain situations in your life will give you a clear understanding about your father, the father who has led you thus far. ആമേൻ. ചില സാഹചര്യങ്ങൾ വന്നു, അവിടെങ്ങും തീർന്നു പോയില്ല. എന്തിനാണെന്നറിയോ? ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാനാണ് നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിക്കാനാണ് ആമേൻ സ്തോത്രം ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത്. Certain situations you went through, it was a confirmation from God that God was protecting you and keeping you safe this far and you were not finished off. ആമേൻ. ഒരു പഴയ പാട്ടുണ്ടല്ലോ, അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പിന്നെയോ പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആമേൻ. ചില സാഹചര്യങ്ങൾ നിന്റെ അപ്പൻ ആരാണെന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. Certain situations in your life is to make you know and make you think who your father is. ഈ കോവിഡിന്റെ കാലത്ത് അങ്ങനത്തെ സാഹചര്യങ്ങൾ വല്ലതും ഉണ്ടായോ ആർക്കെങ്കിലും? Did any of you have a situation similar to this in these COVID times? ജീസസ്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. In our life, very tough situations happened. ആമേൻ. ഒരു വല്ലാത്ത സാഹചര്യം. 10-25 ദിവസം പുറത്തിറങ്ങാൻ ഇപ്പല്ല, തുടക്കം കൊറോണയുടെ തുടക്ക സമയത്ത് തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒത്തിരി പേരുണ്ട് കർത്താവിനെ ആരാധിക്കുന്ന വലിയ പാട്ടുകാരൻ പേരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവൻ്റെ വീട്ടിതാണ്ട് കുടുംബത്തിൽ, എനിക്കല്ല കുടുംബത്തിൽ ഒരാൾക്ക് കോവിഡ് വന്നിരിക്കുന്നു. എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ഡെലിവറിയുടെ ഡേറ്റിന് 2 ദിവസം മുമ്പ് അവൾക്ക് കോവിഡ് വരികയാണ്. അയ്യോ, എന്ത് ചെയ്യും? എല്ലാവരും ഭയന്നിരിക്കുന്ന സമയത്ത് സമ്പർക്കമുള്ള എല്ലാവരും ക്വാറന്റൈനിലേക്ക് പോയി. ഞാൻ കർത്താവിനോട് ചോദ്യങ്ങളാണ്. കർത്താവ്
ചോദിക്കാറുണ്ടോ? അങ്ങനെ ബന്ധമുള്ളവരുണ്ടോ? ഈ അപ്പനോട്ട് അങ്ങനെ ബന്ധമുള്ളവരുണ്ടോ ഇതിനകത്ത്? ചോദിക്കാറില്ലേ? How many of you are there in this meeting who asked questions to God in the initial days of the COVID time, on the initial phases? And people, the neighbors around me was telling there was a singer over there, and my brother's wife got affected with COVID 2 days before the delivery time, and the people who were in contact moved into quarantine. And it was a time when I asked a lot of questions to God. ഞങ്ങളുടെ പേരിലാണ് ഞങ്ങളുടെ ദേശം മൊത്തം അടച്ചു, വഴിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അടച്ചു. ഞങ്ങളാകെ ദൈവമേ മറ്റൊരുത്തർക്കും ഇത് വന്നില്ലല്ലോ, ഞങ്ങൾക്ക് മാത്രം. ആമേൻ, സ്തോത്രം. എല്ലാവരെ പോലല്ല നീ, അവർക്കാർക്കും വരത്തില്ല. വരുവാണെങ്കിൽ നിന്റെ നേരെ വരൂ. ഒന്നുകൂടെ പറയാം, വരുവാണെങ്കിൽ നിന്റെ നേരെ വരൂ. എന്താണ് അവൻ? നീ ഒരു സ്പെഷ്യലാണ്. നിന്റെ മേൽ പുതിയതൊന്നും ദൈവം പകരാൻ പോകുകയാണ്. യോസപ്പെ, പൊട്ടക്കിണർ മറ്റ് സഹോദരങ്ങൾക്കാർക്കും ഇല്ല, നിനക്ക് മാത്രമേ ഉള്ളൂ പൊട്ടക്കിണർ. എന്താ? നിനക്കാണ് പ്രമോഷൻ വച്ചിരിക്കുന്നത്. അവൻ എത്ര വിശ്വസിക്കുന്നുണ്ട്? ദാവീദേ, എല്ലാവർക്കും കാടില്ല, നിനക്ക് മാത്രമേ ഉള്ളൂ കാട്. എന്താണ്? അവന് സ്തോത്രം, നിനക്ക് ചില കസാരകളുണ്ട് അവിടെ. അവന് സ്തോത്രം, നീ വ്യത്യസ്തനാണ്. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Yes, by our name only the road was blocked, the places were blocked. I asked Lord many questions. Why, Lord, why all these things? In the life of Joseph also, when he was put in the well because he had a promotion, none of his brothers was put in well. If you ask David, he had a loneliness time in the forest. All these things happen because you are special, you are unique, and God has great plans for your life. ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ ഞാൻ ആ ദിവസങ്ങൾ 25 ദിവസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഒരു പാട്ട് എന്നെ തേടി വന്നു. എൻ്റെ പുരയ്ക്ക്, അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ കേട്ടായിരുന്നില്ല അല്ലേ? സ്തോത്രം. ഒരു വാക്ക് മതി എൻ്റെ ജീവിതം, ആ ഒരു പാട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പാടിയതാണ്. ഇന്നത് എനിക്ക് തോന്നുന്നു ഒരു 2 മില്യൺ കഴിഞ്ഞിട്ട് 2-3 മാസമേ ഉള്ളൂ. 2 മില്യൺ കഴിഞ്ഞ് അത് 3 അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എവിടെ ചെന്നാലും, ഏത് മാർക്കറ്റിൽ, ഏത് സ്ഥലത്ത് എവിടെ ചെന്നാലും എല്ലാവർക്കും ഈ പാട്ടും അറിയാം, എന്നെ അറിയാം. ആമേൻ, സ്തോത്രം. നോക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി. ഒന്നുകൂടെ പറയാം, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി. നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ സംഭവങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ആ ബന്ധത്തിൻ്റെ പുറത്താണ്. അങ്ങനെ ബന്ധമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവനെ സ്തുതി. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി. നമ്മൾ ചെറുത് ചിന്തിക്കും, കർത്താവ് വലിയത് പ്ലാൻ ചെയ്യും. ഒരിക്കലും ഒരാൾ യേശുവിനോട് ചോദിച്ചതുപോലെ, അവൻ ചോദിച്ചതുപോലെ, നസ്രത്തിൽ വല്ലതും വരുമോ എന്നാണ് ചോദിച്ചത്. വല്ലതുമല്ല കർത്താവ് ചെയ്യുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ചെയ്യുവാണെങ്കിൽ വലിയതേ ചെയ്യത്തുള്ളൂ. അവന് സ്തോത്രം, വലിയതേ ചെയ്യത്തുള്ളൂ. വിശ്വസിക്കുന്നവർ അല്പനേരം കരങ്ങളെ തട്ടി ശക്തിയോടെ, എൻ്റെ കർത്താവ് ചെയ്യുകയാണെങ്കിൽ ചെറുതല്ല ചെയ്യുന്നത്, എൻ്റെ കർത്താവ് വലിയത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ശക്തിയോടെ കരങ്ങളെ തട്ടി ഹല്ലേലൂയ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരങ്ങളെ തട്ടി വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പിന്നെ
തന്നെയോ പൈതൽ പ്രായം മുതൽക്കിന്തേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ തന്നെ എന്നെ പൂർത്തി. എൻ്റെ ദൈവോ എൻ്റെ ശതരഭവനരതേ ജുഡിവിരി വിശ്വതനരന്തരേ ദിഗനരമശബ്ദോ ജുഡിവിരികം ശതനരന്തേ ദിവനരം ദോഷഗനരന്തേ ജുഡവരവം ശതനരന്തേ ദിഗവരവം ശബ്ദനരന്തേ ജുഡിവിരി വിശ്വഭ അന്യഭാഷകളിൽ ഉദവരവംശതിരന്തേ ദിവവനവം ശബ്ദനരഗതേ ജുഡിവിശദനോ ചില സാഹചര്യങ്ങൾ അപ്പനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ അവന് സ്തോത്രം ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. Some situations will occur in your life which will give you a clear understanding about your father. അതിനുശേഷം എനിക്ക് കോഡ് വന്നു, എൻ്റെ വൈഫിന് വന്നു, മക്കൾക്ക് വന്നു, എല്ലാവർക്കും കോഡ് വന്നു. ആ സമയത്തെല്ലാം അവൻ കർത്താവിൻ്റെ വലിയ കരം അവന് സ്തോത്രം പിടിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പിടിച്ചതല്ല, എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്നത് നന്നായിട്ട് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. അവന് സ്തോത്രം ആർക്കുമില്ലാത്തത് നിന്റെ നേരെ വരുമ്പോൾ ഉറപ്പ്, ആരും പറഞ്ഞിട്ടില്ലാത്തതും ആരും ചെയ്തിട്ടില്ലാത്തതും ആരും കണ്ടിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങൾ ചില വ്യക്തികളിലേക്ക് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. After these situations, I got affected by COVID. My wife was affected. My children was affected. Certain things which has not come to anyone else will come to your life. But it is at that time the greater plans and greater purpose of God will be revealed in your life. And when I was affected, my family was affected. The great hand of God was upon our lives. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ മനുഷ്യൻ അവിടെ ഇരുന്നപ്പോൾ അപ്പനെ പറ്റിയുള്ള നല്ല ബോധ്യം ഉണ്ടായി. അവൻ അവിടെ ചെന്ന് വലിയ ഈ പൊസിഷനുള്ള ആളിനെ ആശ്രയിച്ചു. അവന് സ്വതന്ത്രം അദ്ദേഹം പന്നികളുടെ അടുത്തേക്ക് അയച്ചു. പന്നിക്ക് കഴിക്കാൻ കൊടുക്കുന്നത് പോലും ഇവന് കഴിക്കാൻ കിട്ടിയില്ലെന്നുള്ളതാണ്. So this son was also there and thinking about a position in his father's place, and he was getting the food for the pig also. He was not getting that food also. അപ്പന് ഒത്തിരി ഇഷ്ടമുള്ളവരെ അപ്പന് നന്നായിട്ട് പഠിപ്പിക്കും. The father who loves, if the father loves somebody very closely, he will teach him great things. അങ്ങനെ പഠിപ്പിക്കുന്നവിടത്ത് പഠിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? Yes, how many of you are willing to surrender and submit ourselves in the process of God to learn അങ്ങനെ things? ദൈവം പഠിപ്പിക്കുന്നിടത്ത് പഠിക്കാൻ തയ്യാറാകണം. ഓ, അത് ഭയങ്കരമാണ് കേട്ടോ. If God is willing to teach you, are you willing to be submissive to be learn from that? ദൈവം അങ്ങനെയാണ് ചിലരെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. I have a clear understanding that God has brought some of you in this meeting to learn more things from the Father. ഇന്നും നിലനിൽക്കുന്നതിന്റെ, ഇന്നും ശുശ്രൂഷിക്കുന്നതിന്റെ, ഇന്നും ഉറപ്പോടെ നിൽക്കുന്നതിന്റെ കാരണം അതാണ്. Today, the way we are ministering, the way we are standing strong in the ministry is because of this conviction. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കട്ടെ, ഇന്നും നിർത്തിയിരിക്കുന്നത്, ഇന്നും നിൽക്കുന്നത്, ഇനിയും ഞാൻ ഓടും, ആയുസ്സോടെ നിന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഓടും എന്നുള്ള ഉറപ്പ് എന്താണെന്നറിയോ? എൻ്റെ പുറകിൽ അവൻ ദൈവം പഠിപ്പിച്ച ചില മേഖലയുണ്ട്. അവൻ സ്വന്തം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് അവിടെയാണ്. Let me prophesy upon you with telling that the reason why the Lord has made me stand over here, that I will run for the Lord forward. I will run, I will live long life and run forward. It is because God has taught me great things behind. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നു. ഇനിയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് ഇനിയും എൻ്റെ കണ്ണുകൊണ്ട് ഈ സാഹചര്യം അനുകൂലമല്ലാത്ത സമയത്ത് ഞാൻ പറയുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത് തന്നെ സംഭവിക്കും. With a great confirmation from the Holy Spirit, I'm telling that the things which you have not seen before, the things which you have not experienced or had it before, you will experience it in your life. ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ എൻ്റെ വീടിൻ്റെ പണി തുടങ്ങാൻ
ഞാൻ ഒരാളിനെ കണ്ടു, അദ്ദേഹത്തെ വിളിച്ചു. ഒത്തിരി നാളായി അദ്ദേഹം വന്നതെപ്പോഴാണെന്നറിയോ? ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത് അടയ്ക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഇദ്ദേഹം വന്ന് കുറ്റിയടിച്ചത്. So when I had a mindset of constructing a house, I called him many times, and 2 days before the COVID started, he came to that place and laid the initial step for the foundation. കുറ്റിയടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം അടച്ചു. So once he just made the first step for the foundation, everything closed down. എൻ്റെ ബുദ്ധി അതിന് 2 ദിവസം മുമ്പ്, അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് UK-യുടെ ഇന്റർവ്യൂ ആണ്. So 2 days after that, I had a visa interview to go to UK. അത് കഴിഞ്ഞിട്ട് വേറെ യാത്രയുണ്ട്. അപ്പോൾ എൻ്റെ ചിന്തയെല്ലാം ഈ യാത്ര പോകുമ്പോൾ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുക, എല്ലാം നടക്കും, ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. So in my mindset, all the calculations were made as I travel, all things, my house construction will happen, everything was set in my mind. അതെല്ലാം പൊളിച്ചു ദൈവം. But everything, God destroyed it in a moment. പറഞ്ഞ സമയത്ത് പണി തുടങ്ങുകയാണ്. The construction is starting at the time that's been told. നമ്മുടെ നാട്ടിൽ ഈ കൺവെൻഷൻ സീസണുകളുണ്ട്. സീസൺ In our hometown places, there are seasons for conventions. ഒരു സീസണും അല്ലാത്ത സമയത്ത് ദൈവത്തിന്റെ സീസണിൽ പണി തുടങ്ങി. When it was the season of nothing, in God's season, the work started. ഒരു നില വാർത്തപ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ മേളിൽ ഒന്നുകൂടെ വാർക്കാൻ പറ്റുമെന്ന്. So I after the first floor of the construction was over, I felt that again one more floor can be done. ഇത് കോവിഡ് അല്ലാത്ത സമയത്ത് പണിതിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഇത് മീറ്റിംഗ് കിട്ടിയ പൈസ കൊണ്ട് പണിതു എന്ന് പറഞ്ഞേനെ. So if it was not a COVID time, I would have said that it's through the meetings that I got the money and to construct the house. പക്ഷേ ഇത് ഒറ്റ മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ദൈവം തന്നെ ഇറങ്ങി വന്ന് ചെയ്തു. So when no meeting was around, it was God who came down and constructed the house for me. അതും ഒരു നിലയില്ലാത്ത ഞാൻ എന്നെ കൊണ്ട് ദൈവം 2 നില വെപ്പിച്ചു. So not even a single floor I had initially, but through me, God made me to construct a 2-floor house. മുകളിലത്തെ നിലയിൽ സ്റ്റുഡിയോയ്ക്കും ഫ്ലോറിനും വേണ്ടി ദൈവം തന്നു. The upper floor was given for room and for studio. എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. So how this is happening, if you ask me, I don't know. നിങ്ങൾ നോക്കിക്കോണം, ഒറ്റ മീറ്റിങ്ങുകളില്ല. അവൻ കോടാണ് എല്ലാ ആ ചർച്ചകളും അടച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിന് എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. No meeting around, church is closed, no meetings, nothing. I don't know how this is all happening. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ്. ഇതിനകത്ത് കേൾക്കുന്ന ചിലർക്ക് ഇതൊരു ഭയങ്കര ബലമായി മാറുകയാണ്. ഒരു സാധ്യതയില്ലാത്ത സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ഇറങ്ങി വരുന്നു. പത്രോസേ, നിന്റെ ബുദ്ധിയിൽ ഈ സീസണിൽ കിട്ടുന്ന മീൻ ഇതാണെന്ന് പറഞ്ഞ് നീ നെയ്യുന്ന വല പൊട്ടും. അത് പൊട്ടും. ആ ദൈവം അനുഗ്രഹിച്ചാൽ ആ വലയ്ക്കകത്ത് നിൽക്കത്തില്ല, അത് പൊട്ടും. This is a testimony that I'm telling about my life, but I believe that this testimony will strengthen many people. Also the Peter, when he was in the initial stages of the fishing time, it was a season where he thought he'll get a lot of fish, but did not get anything initially. But when the Lord spoke to him, when he put the net, there was a lot of fish that was even breaking his net. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? How many of you can say an amen? അവൻ കര ഉയർത്തി ആമേൻ പറഞ്ഞു. അങ്ങനെ സംഭവിക്കട്ടെ. Can you lift your hands and say that, let it happen like that? ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചെറിയ കാര്യം പറയാനാണ്. ഈ മനുഷ്യൻ്റെ അവിടുന്ന് അപ്പനെ പറ്റി അവൻ അന്നേരമാണ് ഒരു സുബോധം വന്നത്. എന്താണ് സുബോധം? ഞാൻ മുമ്പ് ആരായിരുന്നു, എവിടാണ് കിടന്നിരുന്നത്, ഇപ്പോൾ എവിടാ കിടക്കുന്നേ, ഞാൻ മുമ്പ് ആരായിരുന്നു, ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, ഇതിങ്ങനെ അവന് ബോധം വന്നു തുടങ്ങി. Now this son has got the clear conscience of who his father is and where he is right now, where he was before. നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഈ സുബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. It's good that in between we start to get the consciousness. ഞാൻ മുമ്പ് ആരായിരുന്നു, ഇപ്പോൾ ആരാണ്, ഇനി ആരാകും, അതോടെ വേണം. ആരാകാൻ പറ്റും, അതാണ് സുബോധം. So a clear conscience about your life, who I was before, who I am now, and whom I will be. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സുബോധം ഉണ്ടാകണം. സുബോധം. We should get a clear mindset in between. എന്നെ പറ്റി ചിലർ പറയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് ചോദിക്കും, ഞാൻ ആ ആളാണോ? അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട്.
When some people tell about me, I even ask this question to myself, am I that person they told? എന്നെ പറ്റി അങ്ങനെ പറയുമ്പോൾ ഞാൻ മാറി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട്, ഓ ദൈവം, ഞാൻ അങ്ങനെയുള്ള ആളാണോ, അങ്ങനെയാണോ ഞാൻ, അങ്ങനെയാണോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാറുണ്ട്. When somebody tells about me, I go aside and I ask to God, am I the person that they told? അങ്ങനത്തെ ബോധം നമുക്ക് ഉണ്ടാകാറുണ്ടോ? എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. I just told about my life openly, but do we get these convictions in between? ഇവന് സുബോധം വന്നിട്ട്, എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ പറയാൻ വന്ന ചെറിയ കാര്യമുള്ളൂ. ഇവന് സുബോധം വന്നിട്ട് പിന്മാറ്റത്തിൽ പോയവൻ പറഞ്ഞു ഞാൻ അപ്പൻ്റെ അടുത്ത് പോകുന്നു. പിന്മാറ്റത്തിൽ നിന്നവൻ പറയാൻ ഞാൻ അപ്പൻ്റെ അടുത്ത് പോകും, അവിടെ നിന്ന് പറഞ്ഞു. So he got a clear conscience and he was in a backsliding mode, and from there he told that I will go back to my father's place. പിന്മാറ്റത്തിൽ പോയവൻ പറഞ്ഞപ്പോൾ ജീവിതം തിരിഞ്ഞെങ്കിൽ അഭിഷേകമുള്ള നമ്മളോ? So if a person who was in the backsliding took a decision to go back to his father's place, how much more the anointed people like us? അസാധാരണ അഭിഷേകം വഹിച്ചുകൊണ്ട് നടക്കുന്ന ദൈവ സാന്നിധ്യം ചലിക്കുന്ന നാം എന്നൊക്കെ നമ്മൾ പറയും, സ്തോത്രം. പക്ഷെ ഇവിടെ നോക്കിക്കോ, അപ്പനിൽ നിന്ന് അകന്നു പോയി കൂട്ടുകെട്ടിനകത്ത് അകപ്പെട്ടവൻ അവൻ പറഞ്ഞു ഞാൻ പോകും, എൻ്റെ സ്ഥിതി മാറും, ഞാൻ അപ്പനോടെല്ലാം തുറന്നു പറയും, ഞാൻ അപ്പൻ്റെ അടുത്ത് പോകും. ഇവൻ അവിടെ എഴുതിയിരിക്കുന്നു, ഇവൻ പറഞ്ഞെഴുന്നേറ്റു. So the son over here who went into backsliding, got into bad friendships, lost everything. He took a decision to go back to his father, and it's written very clearly over there. He spoke and he got up. ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ ചിലതിനെ വിട്ട് എഴുന്നേൽക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായിരിക്കണം. ഒന്നുകൂടെ പറയാം, ഈ ഉപവാസ പ്രാർത്ഥന ചിലത് പ്രഖ്യാപനം നടത്തി എഴുന്നേറ്റും, ചിലത് വിട്ട് എഴുന്നേറ്റ് അവന് സ്തോത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി മാറട്ടെ. Let this fasting prayer be a time where you would take some decisions, some words of declarations, and you will say it and get up and take some steps for yourself. നമ്മൾ ഒത്തിരി പറയുന്നതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരാണ്, പക്ഷെ മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. We give importance to speaking out words, but we are not encouraging changes to happen in our life. നമ്മൾ പറഞ്ഞ് അവിടെ കിടക്കും. ഇവൻ പറഞ്ഞ് എഴുന്നേറ്റു. രണ്ട് രീതിയാണ്. It's two different things. We speak and we stay in the same place where we are, but he spoke and he got up. ഇവൻ പറഞ്ഞ് എഴുന്നേറ്റു. നോക്കിക്കോണേ, ഇവൻ പറഞ്ഞ് എഴുന്നേറ്റ് ആ സ്ഥലം വിട്ടു. ഇവന്റെ അപ്പന്റെ അടുത്തേക്ക് തന്നെ ഇവൻ പോകും. ഇവന്റെ ലക്ഷ്യം നോക്കിക്കോണം. He spoke the words and he got up and he started towards the destiny to his father. അവൻ പിന്മാറ്റത്തിൽ പോയവൻ പറഞ്ഞപ്പോൾ ഇത്രയും നടന്നെങ്കിൽ ദൈവകൃപയുള്ള, അഭിഷേകമുള്ള, അധികാരമുള്ള, ആമേൻ. Yes, if he was in a backsliding mode and when he took a decision to go to his father, how much more people like us who are anointed with authority, with power and strength. Jesus, നമ്മൾ അഭിഷേകത്തിന്റെ നിറവിൽ നല്ല സുബോധത്തിലായിരുന്നെങ്കിൽ ഈ കൊറോണ ഒക്കെ എന്നേ പോയേനെ. If we were in a great correct consciousness of anointing and power and exercising the authority upon us, this COVID would have completely gone. ജീസസ്. ഈ ബൈബിളിൽ തന്നെ പഴയ നിയമ ഭാഗത്തെ ഈ ഏലിയാവ് ആഹാബിനോട് ചെന്ന് ആരും പറയാത്ത കാര്യങ്ങൾ ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിട്ടല്ല പറഞ്ഞത്. അവൻ്റെ സ്തോത്രം, ഞാൻ സേവിച്ചു നിൽക്കുന്നൊരു ദൈവമുണ്ട്, ഉറപ്പോടെ പോയി പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാവനുണ്ടായത്. So in the Old Testament we see the prophet Elijah. He is going in front of the king Ahab and he is declaring of words before even God spoke to him that without my words there will not be rain or snow in this place. And after that only he received the word from God. ജീവനുള്ള ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്, ആ ഉറപ്പോടാ ഏലിയാവ് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമായി. ദൈവം പറഞ്ഞു, ഇനി നിന്റെ ഉത്തരവാദിത്തം എൻ്റെ കയ്യിലാണ്, നിന്റെ ഭാവി എൻ്റെ കയ്യിലാണ്. കാക്കയെങ്കിൽ കാക്ക, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ പോയിരുന്നു, ഇനി ഞാൻ കാത്തോളാം നിന്നെ. നോക്കിയോണം, ചെറുത് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപനങ്ങൾ നടത്തി ഏലിയാവ്. So the authority of the living God was upon Elijah, prophet Elijah, and God liked him so much, and God took the responsibility for him. Wherever he went, he even fed him through the ravens.
ദൈവം പറഞ്ഞിടത്ത് ഏലിയാവ് പോയിരുന്നു. So where God told Prophet Elijah to go, he went there. ദൈവം പറഞ്ഞിടത്ത് ഏലിയാവ് ഇരുന്നു. Where God told Elijah to sit, he sat. ആമേൻ. ദൈവം പറഞ്ഞിടത്തിരിക്കണം. You have to be seated at the place where the Lord is telling you. കാക്കയ്ക്ക് ഒറ്റ അഡ്രസ്സേ ഉള്ളൂ. The raven has only one address. കാക്കയ്ക്ക് ഒറ്റ അഡ്രസ്സേ ഉള്ളൂ. There's only one address for the raven. ദൈവം കൊടുത്ത അഡ്രസ്സാണ്. It is address that God has given. ആ അഡ്രസ്സിൽ ഏലിയാവ് ഉണ്ടാവണം. In that address, Elijah has to be there. ഓ മൈ ഗാഡ്, താങ്ക് യു ജീസസ്. അപ്പോൾ ഈ ഏലിയാവ് ഈ തോടിൻ്റെ കരയിലിരിക്കുമ്പോൾ തോട്ടിലെ വെള്ളം വറ്റി. നമ്മളെപ്പോഴും പറയാണ് തോടിലെ വെള്ളം വറ്റി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? So Elijah was sitting over there and the water got dried up. തോട്ടിലെ വെള്ളം പറ്റി. ആരെങ്കിലും പറയോ? പിന്നെയും പറയാറുണ്ടല്ലോ നമ്മൾ, തോട്ടിലെ വെള്ളം പറ്റി. പിന്നെന്ത് സംഭവിച്ചു? After that, what happened? തോട്ടിലെ വെള്ളം പറ്റി. പിന്നെ After the water dried, തോട്ടിലെ വെള്ളം പറ്റി. കാക്കയുടെ നമ്മളങ്ങനെ പറയാറുണ്ടല്ലേ, തോട്ടിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്നു എന്നൊക്കെ പറയാറുണ്ടല്ലേ. കാക്കയുടെ വരവ് നിന്നെന്ന് എഴുതിയിട്ടില്ല. it's not written that the coming of the raven has stopped. ഫാസ്റ്ററെ, ഞാൻ അവിടെ കണ്ടില്ല കാക്കയുടെ വരവ് നിന്നു എന്ന് കണ്ടിട്ടില്ല. കാക്കയുടെ വരവ് തുടങ്ങി, കാക്കയെ അയച്ചു എന്നുണ്ട്, പക്ഷെ കാക്കയുടെ വരവ് നിന്നു ഞാൻ അവിടെ കണ്ടില്ല. I don't see in that portion that the coming of the ravens have stopped. ഞാൻ ഒത്തിരി അവിടെ എല്ലാം നോക്കി, കണ്ടില്ല. പക്ഷെ തോട്ടിലെ വെള്ളം പറ്റിയെന്നുണ്ട്. അത് ദൈവത്തിന് ചെയ്തായിരിക്കാൻ പറ്റത്തില്ല. നീയാണ് ഏലിയാവെ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല അത് ഈ ആണ്ടിൽ മഞ്ഞുമഴയും. അത് ദൈവത്തിന് ചെയ്തേ പറ്റും. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് എനിക്ക് കാണിച്ചെങ്കിലേ പറ്റൂ അഹാബിന്റെ മുമ്പിൽ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വരുന്ന ചിലരുടെ മേലുള്ള ദൈവശക്തി എന്താണെന്ന് ദൈവം തന്നെ പട്ടണങ്ങളിൽ തെളിയിച്ചു കാണിക്കാൻ പോവുകയാണ്. Through some of your lives, God itself is going to prove the anointing that is in you to the world and to the cities that you are. God had to do what Prophet Elijah proclaimed to Ahab, and the waters of the riverside had to be dried up. ആമേൻ. ഈ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, അതും തെളിയിക്കാനാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. നമ്മളുടെ പാട്ട് പാടാറുണ്ട്, അതിനകത്തുണ്ട് ഈ കാക്കയൻ വരവ് നിന്നിടിലും. അതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ചതാണ്. കാക്കയുടെ വരവ് നിന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്ന് വെച്ചാൽ ദൈവം ഒരു വഴി തുറന്നാൽ തുറന്നതാണ്. So I'm telling this to prove one thing. When God opens a door for you, it's opened. Through a song, it's that the arrival of the ravens have stopped, but it's not written there like that. നമ്മളായിട്ട് അടയ്ക്കാതിരുന്നാൽ മതി. Let us not close our doors by ourselves. എത്രയോ വഴികൾ നമ്മൾ അടച്ചേക്കുന്നു. How many of our ways we have stopped it? ആമേൻ. നമ്മുടെ നാവ് അങ്ങനത്തെ നാവാണ്. Through our mouths we close most of our doors. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ നാവ് അധികാരത്തിന്റെ നാവാണെന്ന്? How many of you believe that your tongue is words of authority? ഈ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you believe that through your tongue whatever you speak will happen? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. It will happen just like that. ആമേൻ. ഈ ചിലർ പറയാറില്ലയോ, നീ പറഞ്ഞ വാക്ക് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല, എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ടെന്ന് പറയാറില്ലേ? Some people tell this, that whatever you have spoken many years back, or these words are still very clearly in my heart. ഒരു ദിവസം പറയുന്നത് ഞാൻ കേട്ടതാ, ഈ നാക്കേ മുറിവ് വന്നാൽ ഒരാഴ്ച കൊണ്ട് കരിയും, നാക്ക് കൊണ്ട് മുറിച്ചാൽ കരിയത്തില്ലെന്ന്. I've heard a man of God tell like this, that if you get a wound on your tongue, it will get healed within 1 week. But through your tongue, if you hurt somebody, it will take years to get healed. ഒന്നുകൂടെ പറയാം. നാക്കേ മുറിവ് വന്നാൽ ഒരാഴ്ച കൊണ്ട് കരിയും, നാക്ക് കൊണ്ട് മുറിച്ചാൽ ആയുസ്സിൽ അത് കരിക്കാൻ പറ്റത്തില്ല. If there is a wound in your tongue, it will get healed within 1 week. But if you wound somebody else with your tongue, it will not get healed. അഭിഷേകമുള്ളവരുടെ അധികാരം ഭയങ്കര അധികാരത്തിന്റെ അധരമാണ്. The authority of words that come from an anointed person is great. അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും പറയരുത്. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കണം. So you should not say any words of negative through your mouth. You should make declarations of faith through your tongue. ആമേൻ. ആമേൻ. കരമുയർത്തി ആമേൻ.
ആമേൻ. Raise your hands Amen. and say great amen. ദീർഘായുസ് കൊണ്ട് ദൈവം എനിക്ക് തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് ഞാനത് പ്രഖ്യാപിക്കുന്നു, ഞാനത് പറയുന്നു. ആമേൻ. I am declaring it with long life. I will be satisfied. I am declaring it through my mouth. ഇനി ഈ ഏലിയാവ് തോട്ടിന്റെ കരയിലിരിക്കുമ്പം ദൈവം തന്നെ വന്ന് പറയുകയാണ്, ഞാൻ സാരാഫാത്തിലെ ഒരു വിധവയോട് നിന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നു എന്നല്ല, ഈ കാക്കയോടും പറഞ്ഞിരിക്കുന്നു എന്നല്ല പറയുന്നത്. എല്ലായിടത്തും ഓർഡറാണ്, കൽപ്പിച്ചിരിക്കുക, ഓർഡർ പറഞ്ഞ് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്തോത്രം, നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഒരു ദൂത് പോലെ ഞാൻ പറയട്ടെ, ദൈവം ആമേൻ സ്തോത്രം ചിലത് ഓർഡർ കൊടുത്ത് ചിലരെ ആക്കി വച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി. Even to Elijah also, God was commanding the raven and telling in different situations. In our lives too, God has given orders or commands to certain people to be with us. അതുകൊണ്ടല്ലേ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. അപ്പൊ അകലം വിട്ടുണ്ട് അടുക്കത്തില്ല. സ്തോത്രം. നിന്റെ കുറച്ച് വഴികൾ എന്നല്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് തൻ്റെ ദൂതനോട് എന്നല്ല, ദൂതന്മാരോട്, ഒന്നീ കൂടുതലുണ്ട്, ദൂതനോട് എന്നല്ല, ദൂതന്മാരോട് അവൻ പറഞ്ഞിരിക്കുന്നു എന്നല്ല, കൽപ്പിച്ചിരിക്കുന്നു, ഓർഡർ കൊടുത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. No terror or destruction shall come near your tent, and to the angels I have commanded over to protect you. It's not angel, but it is angels, and God has commanded to protect. ആമേൻ. ദൈവം വന്ന് ഏലിയാവിനോട് പറയുന്നു, ആമേൻ സ്തോത്രം, നിന്നെ കുറിച്ച് നിന്നെ പോറ്റേണ്ടതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കേട്ടിട്ട് ഏലിയാവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്, ഈ വിധവ വിറവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ വഴിവക്കത്ത് വെച്ച് കാണുന്നു, സംഭാഷണം നടത്തുന്നു. ഇനി നോക്കിക്കോണം, ഈ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, അല്പം മാവുണ്ട്, ഒരട ഉണ്ടാക്കി ഞാനും എൻ്റെ മകനുടെ മരിക്കാനിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. So after this incident, Prophet Elijah was taken to the widow of Zarephath, and she was planned to cook some food, and she was planned to kill themselves together. ഞാൻ ചോദിക്കട്ടെ ദൈവാസന്മാരെ, എന്താ അറിയാവോ, ഈ ദൈവം സംസാരിക്കുന്ന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സഹോദരിയാണ് ഇവർ. So she is a person who is listening or speaking or listening to the voice of God. എന്ന് വെച്ചാൽ ഏലിയാവ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുന്നേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വിധവയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൻ സ്തോത്രം ഏലിയാവ് പോകുന്നതിന് മുമ്പേ പറയുകയാണ്. പക്ഷേ ഈ ദൈവശബ്ദം കേട്ടവളാണ് നെഗറ്റീവായിട്ട് പറയുന്നത്, ഞാൻ മരിക്കാനിരിക്കുകയാണെന്ന്. So before Elijah is going to the widow of Zarephath, God is telling Elijah that I have already commanded the widow of Zarephath for you that you will come there. But the widow of Zarephath who listened to the voice of God is now speaking words of negativeness. ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ ദൈവശബ്ദം കേൾക്കുന്ന നാം നെഗറ്റീവ് പറയരുത്. When you see some tough situations in front of your life, we people who listen to the voice of God continuously should not give words of negative from your mouth. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, അതിരം തുറന്ന് നെഗറ്റീവ് പറയരുത്. കണ്ണുകൊണ്ട് കാണുന്നത് ഒട്ടും അനുകൂലമല്ല, സാഹചര്യം അനുകൂലമല്ല, പക്ഷേ അതിരം തുറന്ന് അവൻ നെഗറ്റീവ് പറയരുത്. എന്ന് വെച്ചാൽ അവൻ സാരഭാത്തിലെ വിധവയെ നീ ഒന്ന് ഓർക്കണം, നീ മരിക്കാനിരുന്നപ്പോൾ നിന്റെ അഡ്രസ് ഒരു പ്രവാചകന്റെ കയ്യിൽ ദൈവം കൊടുത്തു. Yes, whatever you see may not be positive in front of your life, but you should not say words of negativeness about your life, only words of positive things. And to the widow of Zarephath also, the clear cut conscience was given. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ അഡ്രസ്സുകളെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ചിലരുടെ അഡ്രസ്സുകളെ ദൈവം ചില ദൈവദാസന്മാരുടെ കയ്യിൽ, ചില പ്രവാചകന്മാരുടെ കയ്യിൽ അവന് സ്തോത്രം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത് ദൈവം തന്നെ ഇറങ്ങി, കർത്താവ് തന്നെ ഇറങ്ങി തന്റെ ദൂതന്മാരെ അയച്ച് ചില പരിഹാരങ്ങളെ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുത്തുന്നു.
God is going to send angels and give you solutions for the problems that you're undergoing. Some of your addresses are going to change. Some of your addresses are going to get to the prophets, unknown contacts where God is opening doors. ആമേൻ സ്തോത്രം. നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത്, നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത്, നിങ്ങൾക്ക് പറയുവാൻ ആമേൻ സ്തോത്രം ആമേൻ പറ്റാത്ത ഇടത്ത് സ്വർഗത്തിലെ ദൈവം ചില ഓഫീസിനകത്ത് ചില പേപ്പറിന്റെ മേൽ ആമേൻ സ്തോത്രം ആമേൻ ഇന്ന് അതിന്റെ മേൽ ഒരു തീർപ്പ്, അതിന്റെ മേൽ ഒരു ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നു. കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത് സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതന്മാരെ ആ വിഷയത്തിന്റെ മേൽ ആ വിഷയത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നീ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട, നീ നെഗറ്റീവായിട്ട് പറയണ്ട. അവൻ നിന്നോട് കഴിഞ്ഞ ദിവസം ദൈവം ഇടപെട്ടു, സ്വപ്നത്തിൽ ഇടപെട്ടു. പക്ഷെ എന്നിട്ടും അവൻ സ്തോത്രം നാവ് കൊണ്ട് നെഗറ്റീവ് അത് മാറ്റുക. നിന്റെ അഡ്രസ്സിനെ ഏലിയാവിന്റെ കയ്യിൽ കൊടുത്തു. അവൻ സ്തോത്രം ദൈവം അതിന്റെ പരിഹാരം വെളിപ്പെടുത്തി. വിശ്വസിക്കുന്നവർ കരം തട്ടി ശക്തിയോടെ വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. അതിന്റെ പരിഹാരം ആ പേപ്പറിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചിരിക്കുന്നു. സഹോദരി നീ വിശ്വസിക്കുക, സഹോദരൻ വിശ്വസിക്കുക. എന്റെ കരം അതിന്റെ മേൽ ചലിച്ചു. The hand of God is working for your paperwork, working towards for your life. ഈ ദൈവം ഇവളോട് സംസാരിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന സഹോദരി ഇപ്പൊ മരിക്കാനിരിക്കുന്നു കേട്ടോ, മരിക്കാനിരിക്കുകയാണ്. The woman who listened to the voice of God just before now is planning to commit suicide. നീ മരിക്കാനിരിക്കുകയെന്ന് പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ദൈവം ഏലിയാവിന് സ്വസ്ഥത കൊടുത്തില്ല. When you put a plan to commit suicide as a family, God did not make Prophet Elijah to rest. ബ്രദർ, സിസ്റ്റർ, നീ മുഖാന്തരം ചിലർക്ക് സ്വസ്ഥത കൊടുക്കാതെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. My dear brother and sister, because of you, the decision that you have taken, God will not give rest to some people. എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം എനിക്ക് കയറി ചെല്ലാൻ പറ്റാത്തിടത്ത് ചെയ്തു തുടങ്ങും? How many of you believe that my God is going to work for me to the places which I cannot reach? വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തട്ടെ. Let me make declarations and words of faith through your mouth. പിന്മാറ്റത്തിൽ പോയവൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതുപോലെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന നാം അവൻ എത്രമാത്രം അവന്റെ സ്തോത്രം വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. A person who was in the backsliding mode, how when he made words and he woke up and he went to the destiny to his father's place, how much more we are anointed people should make words of declarations of faith. സാഹചര്യം അനുകൂലമല്ലാത്ത ഈ സമയത്ത് പ്രഖ്യാപനങ്ങൾ തലമുറകളെ നോക്കി പറയണം, കുടുംബ ജീവിതത്തെ നോക്കി പറയണം. About your families, about your generations, give words of declaration. ഓ തുയരേ തുയാവിയേ വറ്റാത്ത ഉറവയേ തേനീലും മധുരമേ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയേ തേനീലും മധുരമേ വറ്റാത്ത ഉറവയേ തേനീലും എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാവെന്നെ പൊൻകരം നീട്ടിപ്പിടിച്ചു, ആ പൊൻകരം നീട്ടിപ്പിടിച്ചു എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാവെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ
ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? മാർബിൾ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവൻ വീരനാണവൻ. മാർബിൾ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവൻ വീരൻ. കരങ്ങളെ ഉയർത്തി ഹോസന്ന 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 ഹോസന്ന. ആമേൻ. ഈ അപ്പനറിയാം ഇവൻ തിരിച്ചു വരാനുള്ള ടൈമായെന്ന്. അപ്പന് നന്നായിട്ട് അറിയാം ഇവൻ തിരിച്ചു വരാൻ. അതുകൊണ്ട് അപ്പൻ ദൂരത്ത് നിന്ന് കണ്ടേ. കാരണം അപ്പൻ കൊടുത്തു വിട്ടത് തീരാനുള്ള ടൈമായി. ഇപ്പോൾ അവൻ വരുന്ന അപ്പന് നന്നായിട്ട് അറിയാം. അപ്പൻ തന്നപ്പോൾ എല്ലാം തീർത്തല്ല തന്നേ. His father knew very clearly that it is time for my son to come back. Whatever I have given him, he has lost everything and is exhausted, and he will come back now. നിന്നെ കൂടെ കൂടെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് തീർത്തൊന്നും തന്നിട്ടില്ല. ഒന്നും ഇതുവരെ കണ്ടതൊന്നും അല്ല. ആമേൻ. Because God has not written off everything for you, and most of the time you will come back to his presence. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മോതിരം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വസ്ത്രവും, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെരുപ്പ് അപ്പൻ്റെ കയ്യിലുണ്ട്. അവൻ അപ്പൻ എല്ലാം തന്നല്ല വിട്ടേക്കുന്നേ. The Father has not given you everything and write you off. The garment that you have not seen before, the ring that you have not seen before, the sandal that you have not seen before. ഈ ഉപവാസ പ്രാർത്ഥന ചിലരുടെ മേൽ അസാധാരണമായ അഭിഷേകത്തിന്റെ കൈമാറ്റത്തിന്റെ മീറ്റിംഗ് ആക്കി സ്വർഗം മാറ്റാൻ പോവുകയാണ്. This fasting prayer is going to be a time of prayer where God is going to pour out extraordinary anointing, Passover anointing. നിന്റെ സ്വപ്നങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. Your dreams are going to expand. നിന്റെ കാഴ്ചയ്ക്കകത്ത് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു. In your visions there is going to be change. ആമേൻ, സ്തോത്രം. അത് സംഭവിക്കാൻ പോകുന്നു. നിന്റെ ശബ്ദത്തിനകത്ത് അധികാരം വെളിപ്പെടാൻ പോകുന്നു. Through your sound authority it is going to happen. രാത്രിയിൽ ഇതുവരെ കാണാത്ത സ്വപ്നം അതിലൂടെ ദൈവം ഇടപെടാൻ പോകുന്നു. New dreams which you have not seen before, God is going to minister to you through your dreams and visions. ദൈവം അത് ചെയ്യുന്നു. നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. David, God is going to do that and it's going to happen in your life. സ്വപ്നങ്ങൾ വർദ്ധിക്കാൻ പോകും. നീ താലോലിക്കുന്ന ഒത്തിരി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മായിട്ടുള്ള അല്ലെങ്കിൽ ശുശ്രൂഷപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു എൻകൗണ്ടറുകൾ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. Some encounters you're going to get from the Lord which you have not seen before. കർത്താവ് ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവസാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് കൊതിക്കുന്ന ചിലരുടെ മേൽ, ദൈവസാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ കൊതിക്കുന്ന ചിലരുടെ മേൽ, വാഞ്ചിക്കുന്ന ചിലരുടെ മേൽ അത് സംഭവിക്കുന്നു. അവന് സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അലീന, അത് സംഭവിക്കുന്നു. നീ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. നിന്റെ ഹൃദയത്തിൽ അത് നനയ്ക്കുമ്പോൾ തന്നെ അത് സംഭവിക്കും. അങ്ങനത്തെ ഒരു അടുപ്പമുള്ള അവൻ അപ്പനോട് നല്ല ഹൃദയം. നിങ്ങൾ നോക്കിക്കോ, മറ്റവൻ ഒത്തിരി ജോലി ചെയ്യുന്നു, അവൻ മൂത്ത മകൻ ഒത്തിരി ജോലി ചെയ്യുന്നു, ഒത്തിരി കഷ്ടപ്പെടുന്നു, അവൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പക്ഷെ അവനൊരു ചടങ്ങ് പോലെ ചെയ്യുന്നു. പക്ഷേ മറ്റവൻ അങ്ങനല്ല. അപ്പനോട്ട് ബന്ധം ഹാർട്ടി പിടിച്ചവന്, അപ്പനോട്ട് ബന്ധമുള്ളവൻ, അത്ര ബന്ധമുള്ളവന് അവൻ സ്തോത്രം അതേപോലെ ബന്ധമുള്ള അവൻ സ്തോത്രം. അവൻ ആർക്കും ഒരു വാക്കുകൾ കൊണ്ട് പോലും നിന്നെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഉത്തരവാദിത്വം ദൈവത്തിന്റെ കയ്യിലുണ്ട്. വിശ്വസിക്കുക. അവൻ സ്തോത്രം. സ്വപ്നങ്ങൾ വർദ്ധിക്കുന്നു. അവൻ ദൈവത്തിന്റെ ഇടപെടലുകൾ നീ നന്നായി തിരിച്ചറിയാൻ പോകുന്നു. ദൂതന്മാർ നിനക്ക് വേണ്ടി മുന്നിൽ നടക്കുന്നത് നീ കാണാൻ പോകുന്നു. എൻ്റെ ദൈവം അത് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ചില സൈൻ അത് അങ്ങനെ സംഭവിക്കുന്നു. എൻ്റെ കർത്താവ് അതങ്ങനെ ഇറങ്ങി ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി
വിശ്വസിക്കുന്നവർ കരം ഉയർത്തി. Those who believe, അവൻ raise your വിശ്വസിക്കുന്നവർ hands. കരം ഉയർത്തി. Crash. തുയലേ തുയാവിയേ തുയരേ തുയാവിയേ വറ്റാത്ത ഉറവയേ തേനിലും മധുരമേ വറ്റാത്ത ഉറവയേ തേനിലും മധുരമേ. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുക. മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊണ്ടുകൊടുത്തിട്ടും സൗഖ്യം കിട്ടാത്തൊരു സഹോദരി കേട്ടു യേശുവിനെ പറ്റി. ആമേൻ സ്തോത്രം. കേട്ടതും അവൾ ഉള്ളിൽ പറഞ്ഞു തുടങ്ങി. അവൾ പറഞ്ഞു തുടങ്ങി. തൊട്ടോ ഇല്ല, കേട്ടപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങി. ആമേൻ സ്തോത്രം. ഇനി എനിക്ക് നഷ്ടമുണ്ടാകത്തില്ല. അവൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പറഞ്ഞു തുടങ്ങി. ഉള്ളിൽ പറയാൻ തുടങ്ങി. തൊട്ടോ ഇല്ല, യേശു അടുത്ത് വന്നോ ഇല്ല, അവൾ പറയാൻ തുടങ്ങി. വന്നാ ഞാൻ തൊടും. അവന് സ്തോത്രം. അവൻ സാഹചര്യം അനുകൂലമല്ല, പക്ഷെ പറഞ്ഞു തുടങ്ങണം. Make words of declarations through your mouth. A woman who was suffering a lot, who sold all her possessions to the physicians to get cured, but she made words of faith through her mouth that I will touch the garment of Jesus. I will touch the garment of Jesus when he comes. She made words of declarations through her mouth. ആമേൻ. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്താണോ പറഞ്ഞത് അത് തന്നെ അവിടെ ജീവിതത്തിൽ സംഭവിച്ചു. ഈ ഒരു മീറ്റിങ്ങിൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഞാൻ മറ്റൊരു സബ്ജക്റ്റ് എടുത്തു വെച്ചു ഇങ്ങനെ പ്രസംഗിക്കണമെന്നൊക്കെ, അതെല്ലാം പോയി. ഞാനൊരു വാക്യം പോലും വായിച്ചില്ല. എനിക്കറിയത്തില്ല, ഹോളി സ്പിരിറ്റ് അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. അവൻ സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നൊരു സഭയായതുകൊണ്ട് എനിക്കത് അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ആ ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസിൽ പോയി എന്നുള്ള ഒരു അവൻ ബോധ്യത്തോടെ അത് സ്വീകരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന് സ്തോത്രം. ഈ ഒരു വലിയ ദൈവ സാന്നിധ്യത്തിനകത്ത് അവൻ എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് അവൻ ഹല്ലേലൂയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സാഹചര്യം അനുകൂലമല്ലാത്ത ഈ സമയത്ത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. So many of you believe that God is going to do great and mighty things for your life, even when the situations are not favorable for you. Declare words of faith through your mouth. And I had prepared a different portion of the message, but the Holy Spirit guided me to go into this realm of ministry. മിലൻ, ദൈവം അത് ചെയ്യുന്നു. വിശ്വസിക്കുക. നിന്റെ ഉള്ളിലെ ആഗ്രഹം പോലെ സ്വർഗത്തിലെ ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ജീസസ്. എല്ലാവരും ആ കണ്ണുകളെ നടച്ച് അല്പനേരം മധുരങ്ങളെ തുറന്ന് നെഗറ്റീവ് പറയരുത്. നെഗറ്റീവായിട്ടൊന്നും പറയരുത്. നിന്നോട് കഴിഞ്ഞ ദിവസം ദൈവം ഏലിയാവിനെ പറ്റി പറഞ്ഞു, എന്നിട്ടും പിന്നെ നീ മരിക്കാനിരിക്കുന്നത് എന്തിനാണ് സാരാഭാത്തിലെ വിധവേ? ആമേൻ സ്തോത്രം. നിനക്ക് പോലും അറിയത്തില്ല. ആമേൻ സ്തോത്രം. ഒത്തിരി വിധവന്മാരുണ്ടെങ്കിലും നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിക്കാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്. നീ ചിന്തിക്കുന്ന പോലെയല്ല. ആമേൻ സ്തോത്രം. നിന്റെ മേലുള്ള കോളിങ്ങും പദ്ധതികളും. There were many widows in that place, but the plan of God through your life is different. It's not about what you calculate or what you think about your life. God has great plans and purpose for your life. പരിശുദ്ധനേ, പരിശുദ്ധാത്മാവേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും കൂടെ എൻ്റെ മകനും കൂടി ഇരുന്ന് കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവ് എന്നോട് ഇടപെട്ടത് പറയുവാൻ, എന്നെ നടത്തുന്ന വഴികളെ പറയുവാൻ എൻ്റെ അതിരത്തെ ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും എൻ്റെ കർത്താവിന്. കർത്താവേ സ്തോത്രം. അങ്ങയുടെ ശബ്ദം എന്നതുപോലെ ഇത് കേട്ട ഓരോരുത്തരും സ്വീകരിക്കുവാൻ ഇടയാകണമേ. മഹത്വം യേശുവിന് തരുന്നു. കർത്താവേ, ഇതിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും പകരണമേ. ഇന്ന് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ, സ്വപ്നങ്ങളെ ദൈവം കൊടുക്കണമേ. കർത്താവേ, ഇത് ലീഡ് ചെയ്യുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു, പാസ്റ്ററായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയെ കൂടിയിരിക്കണമേ, സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. സ്തോത്രം.
ചില സാഹചര്യങ്ങളാണ് ഞങ്ങളുടെ ഇന്നത്തെ ബലം, ധൈര്യം, ഉറപ്പ്. ഞങ്ങൾ ദീർഘായുസ്സോടിരുന്ന് കർത്താവിൻ്റെ വേല ചെയ്യും. കർത്താവെ, ട്രാൻസ്ലേഷൻ ചെയ്ത ദൈവദാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. അടിയനെ ക്ഷണിച്ച ദൈവദാസനായിട്ട് എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അടുത്ത ദിവസങ്ങളിലെ ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദൈവദാസന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ. ദൈവശബ്ദം കേൾക്കട്ടെ, പുതുക്കം ഉണ്ടാകട്ടെ, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, പിന്മാറ്റത്തിൽ പോയവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നതുപോലെ കർത്താവെ, അഭിഷേകത്താൽ, ബലത്താൽ നിറവിൽ നടക്കുന്ന ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തി അവൻ്റെ സ്വന്തം പുറത്തു വരട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.